അണ്ണാ ആ പ്രസന്നം വന്ന് ചാടിയിട്ടുണ്ട്. എവിടെ ഉണ്ടടാ നായിന്റെ മോൻ? ആ വഞ്ചിപ്പുരയുടെ അടുത്തുണ്ട്. ഒന്നും അത്ര പെട്ടെന്ന് മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്നവനല്ല ഈ സുഗണൻ. നായിന്റെ മോനെ, ഈ സുഗുണം പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ വാല് മണ്ണ് വീഴും. ഏതോ വണ്ടി എല്ലാരും അറിയാനാ പറയുന്നത്. ഇവൻ ചെയ്തതുപോലെ കളത്തിലിട്ട കാശ് ആരെങ്കിലും തിരിച്ചെടുത്താൽ ഇതായിരിക്കും. മതി സുഗുണ, ഇനി തല്ലി അവൻ ചത്തുപോകും. താനൊക്കെ എന്തിനാണോ പോലീസാണെന്ന് പറഞ്ഞ് നടക്കുന്നേ? ഇവനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഈ സുഗണൻ ആരാന്ന്. മനസ്സിലായോടാ? അല്ല, സുഗുണം പൊയ്ക്കോളൂ, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ നല്ല റാസ്കൽ, നിനക്കിതുവരെ മനസ്സിലായില്ലേ സുഗുണൻ ആരാന്ന്? ആ എല്ലാവരോടുമായിട്ടാ പറയുന്നത്, മര്യാദക്കിരുന്ന് കളിച്ചോണം. കാശ് തീർന്നാൽ എഴുന്നേറ്റ് പൊയ്ക്കോണം. അല്ലാതെ കളത്തിലിട്ട കാശ് അനധികൃതമായി വാരിയെടുക്കാൻ ഇതെന്താ വെള്ളരിക്കാൻ പറ്റണമോ? ഇവിടെ ചോദിക്കാനും പറയാനും പോലീസുകാരുമില്ലെന്ന് വിചാരിച്ചോ? നല്ല കർമ്മനിരതനായ പോലീസ് ഇവനൊക്കെ പോലീസാക്കിയത്. എന്നെ പോലീസുകാരനാക്കിയത് നിന്റെ അമ്മായിയപ്പൻ. എനിക്ക് ഇത്രയൊക്കെ കർമ്മനിരതനാകാൻ പറ്റൂ. എനിക്ക് കെട്ടിക്കാറായ ഒരു പെങ്കൊച്ചുള്ളതാണ്. വരില്ലെന്ന് കരുതി ഞാൻ. അതെന്താ, ഇന്ന് സൺഡേ ആയിട്ട് എവിടെയും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ജീനയുടെ പപ്പ. പപ്പയ്ക്ക് എവിടാ അതിനൊക്കെ നേരമുള്ളത്? പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് പിന്നെ സൺഡേ മൺഡേ എല്ലാം ഒരുപോലെ പപ്പയ്ക്ക്. ഞാൻ പള്ളി പോവെന്ന് പറഞ്ഞ പോന്നത്. ഒരു ഫ്രണ്ടിന്റെ വീട്ടിലും കയറി അല്പം താമസിച്ച് ചെല്ലൂന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗ്യം, അപ്പൊ പിന്നെ പേടിക്കാനില്ല. പ്ലീസ് വെയിറ്റ്, ഞാൻ ഇപ്പൊ വരാം. കഴിക്ക. എങ്ങനെയുണ്ട് മാഗസിൻ? എനിക്ക് ഭാനുമതി തമ്പുരാട്ടി തന്നതാ. ഇത്തരം വീക്കിലുകളും മാഗസിനുകളും കണ്ട് ഒറ്റത്തടിയായി കഴിയുന്ന അവരെയൊക്കെ സമ്മതിക്കണം. ചൊവ്വാദോഷമല്ലേ, കെട്ടിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ബാക്കി എന്തു വേണമെങ്കിലും ആവാം. ഞാൻ ഫോണൊന്നും എടുക്കട്ടെ. ഹലോ, ഓക്കെ പോന്നോളൂ. എന്റെ തലയ്ക്കൊരു ഭാരം പോലെ. അതിങ്ങനെ ഇരുന്നിട്ടാ. ഇപ്പൊ തന്നെ ഹെയർ കട്ടർ ജിഷ വരും, അവളെ കൊണ്ട് ഒന്ന് മസാജ് ചെയ്യിപ്പിക്കാം, അപ്പൊ മാറിക്കിട്ടും. ആ ജിഷ, നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞേ? ജീനയുടെ മുടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം, ഒരു ഹെയർ മസാജ്. ജീന എഴുന്നേറ്റുള്ളൂ. സോറി, നോ പ്രോബ്ലം.
എങ്ങനെയുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വലവൂര് വർക്കിച്ചിന്റെ മോളുടെ പെർഫോമൻസ്? വാവ്, സൂപ്പർ. ഇനി ആ വർക്കിച്ചിനെ സുഗണേട്ടന്റെ കൂടെ പുല്ല് പോലെ നിർത്താം. ഇത് മുഴുവൻ കാണിച്ചു കൊടുക്കണ്ട. അതിനു മുമ്പ് എന്ത് സമ്മതിക്കും വർക്കിച്ചൻ? അവന്റെയൊക്കെ സമ്മതം ആർക്ക് വേണം? ഒന്ന് വേറിട്ടി നിർത്തണം, അത്ര തന്നെ. എന്താ സുഗുണ? ഒരു പണയം. എന്റെ കൈ കാശൊന്നുമില്ല. അങ്ങനെ പറയരുത് ബെന്നിച്ചേട്ടാ, വളരെ അത്യാവശ്യം. ആ, ഉരുപ്പടി കാണട്ടെ. മുതലടി. എന്താ? താ. അയ്യോ, 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 കർത്താവേ, അയ്യോ. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഈ ഭവനത്തിൽ അന്തി ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഒന്നും ചെയ്യരുത്. മിണ്ടിപ്പോകരുത്. ശബ്ദം പുറത്തു വന്ന ചാമ്പിക്കളയും. ഞങ്ങളുടെ അണ്ണൻ ഇവിടെ വന്നതേ നിങ്ങളുടെ ഭാഗ്യ. ഇനി മുതൽ ഈ ഭവനത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. മിണ്ടിപ്പോകരുത്. ബെന്നിച്ചേട്ടൻ ഇവിടെയുള്ള മുഴുവൻ തുകയും എടുത്തു വെക്ക്. മിണ്ടിപ്പോകരുത്. കൊന്നുകളയും ഞാൻ. നിന്നോടാ പറഞ്ഞത്. ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വെക്കവിടെ. ഇതൊന്നും മതിയാവില്ല. ഊരാൻ പറ അവരോട്. എന്റേത് ഊര്. വെക്ക് വേഗം. വേഗം അങ്ങോട്ട് ഊരടി. കിടുങ്ങുന്ന ഇവരെ പിടിച്ചോക്ക്. കൂടുതൽ ആൾക്കാരോട് തള്ളു. റോസ്ലി, ഇന്നെന്ത് കിട്ടി? പൊന്നും പണവും. ഇത് പുറത്ത് പല സ്ഥലങ്ങളിലായി കുഴിച്ചിടണം. നമ്മുടെ ഈ കോമ്പൗണ്ട് മുഴുവൻ നീതി വിളയുന്ന മണ്ണാവണം. ആവോ. തെരുവ് തണ്ടിയായി ജീവിച്ച ഞാൻ സ്വർണം വിതച്ച മണ്ണിൽ ജീവിക്കും. നോട്ട് കൊണ്ട് ബെഡുണ്ടാക്കി അതിന് നമ്മൾ അന്തി ഉറങ്ങും. ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങൾ മുഴുവനും സുഖിച്ചു തീർക്കണം. അയ്യോ, എന്റെ രണ്ടാനമ്മ വിറ്റതാ എന്നെ. അപ്പന്റെ പ്രായമുള്ള ലോറി ഡ്രൈവർ പൈലിക്ക് ഒത്തിരി പീഡനങ്ങൾ സഹിച്ചതാ ഞാൻ. കൂപ്പില് ലോറി മറിഞ്ഞയാൾ ചത്തപ്പോ സങ്കടമല്ലായിരുന്നു, മറിച്ച് സന്തോഷമായിരുന്നു എനിക്ക്. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത്? അറിയണം, സുഖമെല്ലാം അറിയണം. ആ, എനിക്കറിയാലോ കുറെയൊക്കെ. അതുകൊണ്ട് തന്നെയാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചത്. സുഖു, എങ്ങനെയൊക്കെ ജീവിച്ചാലും എന്തൊക്കെ ചെയ്താലും സ്നേഹം മാത്രം മതി എനിക്ക്. സമൂഹമാ എന്നെ ഈ നിലയിലാക്കിയത്. തെരുവ് തണ്ടിയായി നടന്നിരുന്ന ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഇനി വയ്യ. ഒരു തെണ്ടിയായി ജീവിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് വേണ്ടത് സ്നേഹം, സ്നേഹം മാത്രം. ജീനയുടെ ഡാഡി വലിയ പുരോഗമനവാദിയല്ലേ, പിന്നെന്താ പേടിക്കാനുള്ളത്? എന്നെ ഒരു കളക്ടർ ആക്കണമെന്നാ ഡാഡിയുടെ ആഗ്രഹം. എന്തൊരു നല്ല നടക്കാത്ത ആഗ്രഹം. അതെന്താ? എന്റെ മോളെ, ആന പെറ്റാലേ ആനക്കുഞ്ഞുണ്ടാവും. ഓ, അങ്ങനെയോ? പിന്നല്ലാതെ. മണ്ടത്തരങ്ങളുടെ കൂമ്പാരമായ പഞ്ചായത്ത് പ്രസിഡന്റ് വർക്കിച്ചന്റെ മോള് പരമസ്വാത്വികനായ ഒരു കൃഷിക്കാരന്റെ മകനുമായി പ്രണയത്തിലല്ലേ?
എന്താടി ഇന്ന് ക്ലാസ്സിൽ കയറുന്നില്ലേ? പഞ്ചാരി അടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കാനാ പരിപാടി? എന്റെ ലിസമോളെ, നീ ആരെങ്കിലും ഒന്ന് പ്രേമിച്ചു നോക്ക്, അപ്പൊ അറിയാം എന്റെ സുഖം. പറ്റി ഒരുത്തും വന്നു പെട്ട ടോമേ, നീ നോക്കിക്കോ, ഞാനും ഒന്ന് പ്രേമിച്ചു നോക്കും. നമ്മുടെ കോളേജില് ഇത്ര ആൺകുട്ടികൾ ഉണ്ടായിട്ടും പറ്റി ഒരുത്തിനെ കിട്ടാത്തത് വലിയ കഷ്ടമാണ്. ആണാണെന്ന് പറഞ്ഞാ പോരാ, ആണത്തും പ്രവൃത്തിയിലുണ്ടായിരിക്കണം. എന്തോന്ന് കറക്റ്റ്? നീയൊക്കെ ഒന്ന് ആണുങ്ങളെ പോലെ നടക്കെന്റെ ടോമേ. ശരി മോളെ, നടക്കാവേ. ഞങ്ങള് പോട്ടെ, നടക്ക്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ എന്ത്? നമുക്കൊരു എസ് ഐ വരാൻ പോകുന്നു. ആര് പറഞ്ഞു ഈ നുണക്കഥ? CM-ന്റെ PA എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞതാ. ഞാൻ തീരുമാനിച്ചാ ഇവിടെ പലതും നടക്കുമെന്ന് ഇതോടെ പലർക്കും ബോധ്യമാവും. പ്രസിഡന്റിനെ മണ്ടനാക്കാൻ വേണ്ടി ആരോ കെട്ടിച്ചമച്ച കരക്കമ്പിയായത് നേരാവില്ല. യെസ്, രാമമംഗലം പോലീസ് സ്റ്റേഷൻ. സാർ 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 നേരാ, പ്രസിഡന്റ് പറഞ്ഞത് നേരാ. അടുത്ത ആഴ്ചയല്ലേ അദ്ദേഹം വരുന്നത്? വരാൻ പോകുന്നത് സ്റ്റാൻലിയാ. എത്ര ദിവസം ഇവിടെ ഇരിക്കുന്നു ഒന്ന് കണ്ടറിയണം. ഇപ്പൊ തന്നെ സസ്പെൻഷൻ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. കോഴിക്കോട്ട് വെച്ച് ഏതോ MLA തല്ലിയെന്നാ കേസ്. എങ്കിൽ ആള് മിടുക്കനായിരിക്കും. ഒരു SI എന്ന് പറഞ്ഞാൽ ചൂണ്ടി അടിക്കുന്നവനായിരിക്കും. നാട്ടിൽ പലരും ഇതറിയുമ്പോ ഞെട്ടും. അതായത് സാറേ, ഓ, എനിക്ക് എവിടെയാ ഫുഡിങ് ആൻഡ് സ്ലീപ്പിംഗ്? സാറിന് ഒരു അറിയില്ലായിരുന്നു. ക്വാർട്ടേഴ്സ് ഉണ്ട്, പക്ഷെ അതിൽ ഫർണിച്ചർ ഒന്നുമില്ല, ഒരു പായ് മാത്രമേ ഉള്ളൂ. നാളെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യാം. എന്ത് എടിയുന്നോ? ഞാൻ ആരാന്നറിയോ? ആരാ? ഞാന് ഹെഡ് കോൺസ്റ്റബിൾ മത്തായിയുടെ മകളാ. ഓഹോ, എന്തോകൊന്ന് തന്നെ ആരാ ഇതിനകത്ത് കയറ്റിയത്? നിന്റെ തന്ത. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ വായിന്ന് വലുത് കേക്കും. പുതിയ SI വരുമ്പോ താമസിക്കാനുള്ള വീടാ ഇത്. ഇറങ്ങണ പുറത്ത്, ഇറങ്ങാൻ. അതിനെ നിന്റെ തന്ത മത്തായി പോലീസ് വന്ന് പറഞ്ഞാലും ഇറങ്ങില്ല. പോടാ. മത്തായിയെ വിളിക്കും പോലെ എന്നെ വിളിക്കില്ലേ? പേടിപ്പിക്കാതാണ്. ഇത്രയ്ക്ക് ഉറുമ്പ് പിള്ളേർക്ക് പാടില്ല. നിൽക്കവിടെ നീ. എന്റെ കൈ. എന്താ ഇത്? ഇയാൾ എന്റെ കൈക്ക് പിടിച്ചു. എന്റെ മത്തായി സാറേ, ഇതിനെയൊക്കെ വളക്കണ നേരം കൊണ്ട് വല്ല കടിക്കുന്ന പട്ടിയും മേടിച്ച് വളക്കരുതോ? അത് പോട്ടെ, എങ്ങനെ നമ്മുടെ കാര്യങ്ങള്? വിരോധം ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്നാകാം, സമയാസമയത്ത് ഞാൻ എത്തിച്ചോളാം. എന്ത് വിരോധം? സന്തോഷമുള്ളൂ. ഓ, എന്നാ ഞാനങ്ങോട്ട് ശരി എന്നാ. ചടഞ്ഞു നിൽക്കാതെ പോയി വെള്ളം പിടിച്ചോണ്ട് വാങ്ങി. എന്നാ ഞാന്. അതെ, സോറി കേട്ടോ. ഹലോ, അതെ, അരെ ശരി. ഹലോ, അതെ. എപ്പോ? ഞാനിതാ വരുന്നു. അതെ സാറേ. സാർ വാ. ആരാ ആദ്യം കണ്ടത്? ഈ നിൽക്കുന്ന സ്ത്രീയാ. എന്താ നിങ്ങളുടെ പേര്? കൗസല്യ. വീട്ടുവേലക്കാരിയാ. നോട്ട് ചെയ്തില്ലേ? സാർ. എനിക്കറിയാവുന്നിടത്തോളം ബെന്നി ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈ എഴുത്തിൻ പ്രകാരം ആത്മഹത്യയാണെന്നുള്ളത് ഉറപ്പ്. ഞങ്ങളുടെ ആത്മഹത്യക്ക് കാരണം സായെന്ന് വരെ എഴുതി ബാക്കി മുഴുവിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോയിസൺ കഴിച്ചതിന് ശേഷമാണ് ഇത് എഴുതാൻ തുടങ്ങിയതെന്ന് വ്യക്തം. സായെന്ന അവസാനത്തെ അക്ഷരം കൊണ്ട് സാമ്പത്തികമാണെന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. സാർ എന്ത് വർത്തമാനമായി പറയുന്നേ?
ബെന്നിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ? അതൊരിക്കലും ഇല്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ ബെന്നിയെ. എങ്കിൽ പിന്നെ ഏതെങ്കിലും വ്യക്തിയുടെ പേരിന്റെ തുടക്കമായിരിക്കോ ഈ സാ? സാ എന്നാൽ സാക്ഷ ഞാൻ തന്നെയാ. ഇതുപോലെ എത്ര കുടുംബങ്ങൾ, എത്ര സ്ത്രീകൾ. എനിക്കതൊരു പ്രശ്നമേ അല്ല. പ്രശ്നമാവരുത്. ആ പഞ്ചായത്ത് പ്രസിഡന്റിനാ CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് വാശി. അത് ഞാൻ തീർത്തു കൊടുക്കാം. ആരന്വേഷിച്ചാലും നമുക്കെന്താ, ഒരു ചുക്കൂല്ല. നോ, CBIയുടെ ഇൻവെസ്റ്റിഗേഷൻ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അത് കളി വേറെയാ. അവരന്വേഷിക്കാൻ വരരുത്. ആദ്യം ആ പ്രസിഡന്റിനെ ഒതുക്കണം. പ്രസിഡന്റ് ഒതുങ്ങി തന്നെയാ ഇരിക്കുന്നത്. ആവശ്യമില്ലാത്തടത്ത് ഒന്ന് വിരിയും. അതാ കുഴപ്പം. അങ്ങനെ വിരിയുമ്പോ ആ ചിറക് വെട്ടാനുള്ള ആയുധം നമ്മുടെ കയ്യിലില്ലേ? ഉണ്ട്. പ്രസിഡന്റിന് നേരെയുള്ള ആ വജ്രായുധം. ഒതുങ്ങില്ല. ഇതുകൊണ്ടൊന്നും നമ്മൾ ഒതുങ്ങില്ല. ബെന്നിയുടെയും കുടുംബത്തിന്റെയും ആത്മഹത്യയെ കുറിച്ച് CBI അന്വേഷിക്കണം. പ്രസിഡന്റ് പറഞ്ഞതിനെ ഞാൻ പിന്താങ്ങുന്നു. എങ്കിൽ നമ്മൾ രാമമംഗലം പഞ്ചായത്തിൽ നമ്മുടെ ആവശ്യം ഉന്നയിച്ച് ഹർത്താൽ ആചരിക്കും. പഞ്ചായത്ത് തല ഹർത്താൽ പോരാ, അത് ജില്ലാതലമാക്കണം. ആക്കാം. നമുക്ക് ജില്ലാ തലത്തിൽ ആഹ്വാനം ചെയ്യാം. ശരി, ഞാനിതാ വരുന്നു. ആ പ്രസിഡന്റ് ഇരിക്കണം. ഓ, അവിടെയല്ല, ഏ? ഇവിടെ. ഓ. ആ. നാളെ എന്നല്ല, ഇനി ഒരിക്കലും ഇതിന്റെ പേരിൽ ഒരു ഹർത്താലും നടക്കാൻ പാടില്ല. ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരെ കൊലയ്ക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഇതൊക്കെ പറയാൻ നിനക്കെന്ത് കാര്യം? രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് വലവൂര് വർക്കിച്ചന്റെയും മകളുടെയും മാനാഭിമാനം ഇപ്പോ എന്റെ കയ്യിലായിരിക്കുന്നത്. പ്രസിഡന്റിന് എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം? ബെന്നിയും കുടുംബവും ഒരു കാരണവശാൽ ആത്മഹത്യ ചെയ്യില്ലെന്നായിരുന്നല്ലോ ശക്തമായ വാദം. എന്നിട്ടിപ്പോ ഞാനിപ്പോ എങ്ങനെയാ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നേ? മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാ മതി. മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ ഞാനത് മനസ്സിലാക്കിക്കൊള്ളാം. ഇല്ല, ഒന്നുമില്ല. എനിക്കൊന്നും പറയാനില്ല. ഞാൻ പോകുന്നു. പ്രസിഡന്റെ, ബെന്നിയും കുടുംബവും ആത്മഹത്യ ചെയ്തതിന്റെ കാരണം എന്തായിരുന്നു തുടർന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത്രയും പോരെ നിങ്ങൾക്ക്? മതി, എനിക്ക് അത് മതി. എനിക്ക് ആശ്വാസമായി. പ്രസിഡന്റ് ധൈര്യമായി പോയിക്കോളൂ. ആ കേസിനി ഒരുത്തിനും അന്വേഷിക്കാൻ വരില്ല. ശരി, പോട്ടെ. ഇവിടെ ഇരിക്കെ, ഞാൻ ഇതാ വരുന്നു. ആവാം. കൊള്ളാവായല്ലോ. പാന്റിൽ മുഴുവനും ആയല്ലോ. സോറി ടോം. അയ്യോ, ഞാൻ വാഷ് ചെയ്ത് തരാം. വേണ്ട, അങ്ങനെ തൂത്താലൊന്നും പോവില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. പറ്റിയ സ്ഥലത്താ വീണിരിക്കുന്നത്. ഇത് കണ്ട ആളുകള് തെറ്റിദ്ധരിക്കും. രാമ 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 പാഹിമ രാമപാദം ചേരണേമോ വന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേമോ വന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേമോ വന്ദ രാമ പാഹിമ. അടങ്ങുകളവാ, അടങ്ങടങ്ങ്.
നിന്റെ അച്ഛനെ ജീവനോടെ വേണമെങ്കിൽ ഇതെല്ലാം ഊരി ദാ, ഇതിലേക്ക് അടങ്ങ് ഇത് ഒച്ച വെക്കല്ലേ, ഒച്ച വെക്കരുത്, എല്ലാം ഊരിത്താ, ഇതെല്ലാം ഊരി ഇതിലേക്ക് നിർത്താൻ എന്ത് പോരുത്. ഇതിലാരാ നല്ലത്, അമ്മയോ മോളോ? സർ. യെസ് കമിൻ. ആ ഇരിക്കൂ. പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, ആ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും ഒന്നിലധികം ആളുകളാൽ. ദാ. റോസലിനല്ലേ? അകത്തുണ്ട്. നീ റോസലിന്റെ ആരാ? ഞാൻ TV റിപ്പയർ ചെയ്യാൻ വന്നതാ. TV റിപ്പയർ ചെയ്യാൻ. ഓ. ആ ഒരവലക്ഷണം അല്ലേ? പുരുഷന്റെ അടയാളം സ്ത്രീയുടെ ലക്ഷണം. ലക്ഷണത്തിൽ ലക്ഷണക്കേടുണ്ടാ. എന്താ സാറേ, നിങ്ങളൊക്കെ ഈ പാവപ്പെട്ടവളുടെ വീട്ടിലേക്ക് വരുവോ? ഇപ്പോ ഇവിടെ നിന്ന് പോയാനാരാ? ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് തോന്നിയതാവും. അല്ലെങ്കിലും നിങ്ങൾ പോലീസുകാർക്ക് എന്തിലും ഏതിലും സംശയമേ ഉള്ളൂ. നിന്റെ ഈ ചക്രവർത്താനം കേൾക്കാനല്ലേ ഞാൻ വന്നത്. നീ വികാരി അച്ഛനെ ഒപ്പീസെല്ലാം പഠിപ്പിക്കുക. ഇയാള് ചക്കര മാത്രമല്ല സാറേ, പഞ്ചാരയും കലക്കും. പോയവൻ ആരാന്ന് പറയില്ല നീ? പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കും. പിന്നെ തീപ്പെട്ടിക്കൊള്ളി പോലെ ഇരിക്കുന്ന നിങ്ങൾ എന്റെ മൂക്കിൽ വലിച്ചു കയറ്റും. പോണേ സാറേ. തിരുവാടി മോളെ, ഈ തീപ്പെട്ടിക്കൊള്ളി ഉറച്ചെന്ന് വെച്ചാണ്ടല്ലോ നിന്റെ ഈ ഭൂമി മലയാളം മുഴുവൻ കത്തും, നിന്ന് കത്തും. മത്തായി സാറേ, ഇനി ഞാൻ വല്ലതും പറഞ്ഞാ പറഞ്ഞു എന്നാവും. നിന്നാ മുട്ടുകാല് കേറും. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം എനിക്ക് കിട്ടിയത്. സുഗുണ, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. നിന്റെ ആ താടകയുണ്ടല്ലോ, റോസലിൻ, അവളെ ഞാൻ കൊല്ലും. സ്നേഹിച്ചവരെ നഷ്ടപ്പെട്ടാലുള്ള വേദന നീ അറിയണം. അതിനുശേഷം ചതിവിൽ പെടുത്തിയിട്ടാണെങ്കിലും നിന്നെയും ഞാൻ കൊല്ലും. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്.
ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എന്തൊക്കെയുണ്ട് പ്രസിഡന്റ്? ഇരിക്കെ. നാട്ടില് വീണ്ടും പല അരിഷ്ട സംഭവങ്ങളും നടക്കുന്നു. ആത്മഹത്യ കൂടിക്കൂടി വരുന്നു. അതും പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായ രീതി. ഇതൊന്നും അന്വേഷിക്കരുതെന്ന് പറയാൻ കുറെ പൊതുപ്രവർത്തകരും. അല്ല, അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? വലിയൊരു കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ സഹായകമായ ഏതൊരു കാര്യവും മറച്ചു വെക്കുന്നത് ഏറ്റവും വലിയ തെറ്റ് തന്നെ. അറിയോ? എനിക്ക് ചില കാര്യങ്ങൾ തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷേ പറയാൻ എനിക്ക് കഴിയില്ല. എല്ലാം വിശദമായി ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തോ സംശയം വന്നിട്ടുണ്ട്. അതാ അന്വേഷണം വെച്ചതും ഇവിടെ വന്നതും. എവിടെയാ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞാ നീ ചിലപ്പോ അത് പുറത്ത് പറഞ്ഞു പോകും. അതുകൊണ്ട് അത് അറിയണ്ട. എന്നാ വരിക? ഇവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉടനെ വരും. അല്ലെങ്കിൽ ഞാനും കൂടെ പോരട്ടെ? വേണ്ട, എനിക്കുണ്ട് വിഷമം. ഇതെല്ലാം നമ്മെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഈ പിരിയലിനുണ്ട് ഒരു സുഖം. വരട്ടെ. എന്താ വേണ്ടത്? നീ തരാൻ ഉദ്ദേശിക്കുന്നത് തൽക്കാലം എനിക്ക് വേണ്ട. പക്ഷേ ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി കിട്ടണം എനിക്ക്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് കയറി വന്ന് പോലീസ് മുറയിലുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഈ നാട്ടിലെ ചില നിയമങ്ങളും വകുപ്പുകളും ഉണ്ട്. നിയമവും വകുപ്പും ഒക്കെ നിന്റെ ഇടവകയെന്നല്ലേ പുറത്തേക്ക് വന്നത്? സുഗണ്ണും കൂട്ടർ എവിടെ? എനിക്കറിയില്ല. മത്തായി സാറേ. സാർ, ഈ ഇടവക ഇങ്ങോട്ടൊന്നും മാറ്റി കുട്ടാവാ. മത്തായി സാറേ, എന്തായി? അവിടെ ഇല്ല സാർ. ഇല്ലേ? പോകാം. ഓ, ഇല്ലാത്തത് ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ പറ്റിയ ഒരാളെ കിട്ടിയ പ്രേമിച്ചു നോക്കൂന്ന് പറഞ്ഞപ്പോ അതിങ്ങനെയാവുന്ന് കരുതിയില്ല ഞാൻ. ഇങ്ങനെ ആയതിൽ ഒരു തെറ്റുമില്ല. അത് ശരിയാ. പോലീസുകാരന്റെ മോള് എസ് ഐ പ്രേമിക്കുക. കഥയ്ക്ക് വലിയ പുതുമയൊന്നുമില്ലെങ്കിലും എന്തോ ഒരു സ്റ്റൈലുണ്ട്. എന്താടി ഒരു ചമ്മല് മോത്ത്? ഇനി ചമ്മിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ചമ്മലൊന്നുമില്ല. പിന്നെ നീ ഇത്ര വലിയ ന്യൂസ് പേപ്പർ ആണെന്ന് ഇപ്പഴാ മനസ്സിലായത്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന സോദരി. പുടി ആകാശവാണി. എന്നെ മാത്രമല്ല എന്റെ അപ്പനെയും ബഹുമാനാർത്ഥം ആകാശവാണി എന്നാ വിളിക്കുന്നേ. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഹോ, സമ്മതിക്കുന്നു നിന്നെ. എന്ത് കേട്ടാലും ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെയൊക്കെ പറയുന്നതിന്. അതെങ്ങനെയാ? നിനക്ക് കണ്ടാമൃഗത്തിന് തൊരക്കില്ലേ? അതെ, ഞാനിത് ഫെയർ ലെവൽ ഉപയോഗിച്ച് മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അയ്യടി, ഒരു ചെളി കണ്ടില്ലേ? അതുപോട്ടെ, നിന്റെ ആ കാമുക ഹൃദയമുള്ള കാക്കിധാരിയെ ഒന്ന് അടുത്ത് കാണണമല്ലോ. അതിന് വിഷമിക്കണ്ട. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാ മതി. കണ്ടിട്ട് വരാം. ആ, അതിലൊക്കെ സൂപ്പർ ഐഡിയ എന്റെ കയ്യിലുണ്ട് മോളെ. കമോൺ. ഈ ബൈക്കാരുടെ അവിടെ കൊണ്ടുവച്ചത്? ആളെ ഞാൻ അറിയില്ല സാർ. അയാളെ നീ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല? ഇല്ല. നിന്റെ കൈ ഒന്ന് കാണട്ടെ. കൈ കാണിക്കണം സാർ, ഇവന്റെ മുഖത്ത് കള്ളലക്ഷണം ഇല്ലെങ്കിലും കയ്യെ കള്ളനെ കഞ്ഞി വെച്ച് അവിടുന്ന് അടുപ്പം കല്ലും പറിച്ചവനാ. മത്തായി സാറേ, ആ കാലൊന്ന് പൊക്കിയര്.
എപ്പ പൊക്കിന്ന് ചോദിച്ചാ ഷാജിയുടെ കൂടെ വരാനുള്ളവനെ കൊണ്ടുവച്ചത്. ഇപ്പോ എവിടെയുണ്ടവൻ ഷാജി? വീട്ടിലുണ്ടാവും. കാരണം വൈകുന്നേരം വരാറുണ്ട്. വൈകുന്നേരം വരെ വൈകണോ സാറേ? വൈകണ്ട. ആ കൂട്ടമ്പിള്ളേ, എന്റെ കുഞ്ഞ് ഇങ്ങനൊന്നും പറയരുത്. അമ്മയ്ക്കത് താങ്ങാനാവില്ല. മോനെ 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 എന്താ ഇത്? സുഗുണവിടെ? എനിക്കറിയില്ല. രമേശനോ? രമേശനറിയാം. രമേശൻ എവിടെ ഉണ്ട്? പച്ചക്കറി കട നടത്തുന്ന ശാന്തിയുടെ വീട്ടിലുണ്ടാവും. ഇനി അല്പം തെരുവത്തേലോ ആവാം. ഓ ആവാം. ഊരിക്കോ. ആ പിള്ളേച്ച ചെയ്യാൻ പോകുന്ന പണി എന്താണെന്ന് അറിയാവോ മോനെ രമേശ്? നിനക്ക് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ പറയടാ. പറയില്ലല്ലേ നീ? നൃത്തം കത്തുകാന്ന് കേട്ടിട്ടുണ്ടോ നീ? പൊന്നു മോനെ, ഇനി അതാ നടക്കാൻ പോണത്. പട്ടി കഴിവേറ മോനെ, പറയടാ. പറയില്ലല്ലേ നീ? പറയിപ്പിക്കാൻ ഞാൻ. അപ്പോ തൈലം വെറുതെ പാഴാക്കാതെ കാര്യം പറയടാ രമേശ്. അയ്യോ ഒന്നും അറിയില്ല നിനക്കല്ലടാ പൊന്നു മോനെ. പന കഴിവേറ മോനെ, കൊലയാടി മോനെ. കോദണ്ഡം വാരിടാണ്ഡം നജുഡിത മകുടം ദർപ്പണാണ്ഡം മൃദാണ്ഡം പഞ്ചരഹസ്യാസ്യം പാറുക്കുട്ടിയാസ്യാസ്യ ഗോകർണ്യാസ്യ ദേവസ്യ സ്വാഹ സ്വാഹ സ്വാഹ. കൊണ്ടുപോവാ കുട്ടമ്പിള്ളേ. മത്തായി സാറേ, ഈർക്കിളി പ്രയോഗം കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ഈ ഈർക്കിളി പ്രയോഗം അഷ്ടാംഗ ഹൃദയത്തിലുള്ളതാണ് സാറേ. ആനയ്ക്ക് കൊടുത്തത് കൈനീട്ടി മേടിച്ചല്ലോടാ നീ.
ഇതുകൊണ്ട് തെങ്ങിനടിച്ച ആ പനമറിയും. വെറുതെ അല്ല ഈ നാട്ടിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. ആ. സാറേ എവനെ വിടരുത് കേട്ടോ. സാറ് കൈവിട്ട എന്റെ ജന്മം കോഞ്ഞാട്ടയാ. താളം വിട്ടോ. അപഹരിച്ചത് ആഭരണങ്ങൾ മുഴുവൻ റോസലയുടെ വീട്ടിലുണ്ട്. മിടുക്കൻ, ഒന്നുകൂടി പറഞ്ഞാ മതി. നീ സുഗുണെവിടെ? സുഗുണൻ പഴയരി കണ്ടെത്തുള്ള കാവിലുണ്ട്. സാറേ, റോസ്ലിൻ അവിടെ അമ്മയെ കെട്ടിക്കാൻ നിയമവും വകുപ്പും അനുസരിച്ച് തന്നെ ആയിക്കോട്ടെ. ആ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. ഞാൻ കാവിലൊന്ന് കേറാം. ഇങ്ങോട്ട് മറയിക്കണേ, മറയിക്കാൻ. എന്താ, എന്ത് വേണം? അയ്യോ, ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞ് പഞ്ചപാദം. എല്ലാം പറഞ്ഞുതരാവിടെ. ആദ്യം കവർന്നുകൊണ്ടൊന്ന് ആഭരണങ്ങൾ എടുത്തു വെക്കണേ. ഇവിടെ പണ്ടങ്ങളൊന്നുമില്ല. ഇല്ലല്ലോ, ഇല്ലേ ഇല്ല. ആ, അപ്പൊ ഇനി നമുക്ക് എടുത്തു തുടങ്ങാം അങ്ങോട്ട്. എല്ലായിടത്തും അന്വേഷിക്ക. എല്ലാം കൂടി നിന്നിലും ഭാരം വരുമല്ലോടി സുഗുണവാഹിനി. നടക്കടി, നടക്കാൻ. നടക്കങ്ങോട്ട്. ഇനി എന്തൊക്കെ ഉണ്ടടി, പറയടി. ഇത് മുഴുവൻ അവൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണോ അതോ നീ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചതാണോ? എടി പുന്നാര മോളെ, ഇങ്ങനെ നമ്മറ ശിരസ്കിയായിട്ട് നിൽക്കാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നതല്ല ഞങ്ങള്. ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട. എന്താ നിങ്ങക്ക് വേണ്ടത്? അതോ ആചാരവിധി പ്രകാരം തമ്പുരാട്ടിയെ തോഴിമാർ ആനയിച്ച് രഥത്തിലോട്ട് കയറ്റിയാട്ടെ. കുട്ട, ജാതകപ്രകാരം ഇവക്ക് ശനിയോ ശുക്രനോ ഒന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കവടി വെച്ച് വേഗം കൊണ്ടുവാ. ആ ജീപ്പിലോട്ട് കയറ്റേ.
ജീപ്പിലോട്ട് കേട്ടോളെ. ഇങ്ങോട്ട് മാറിയല്ല ഇരുന്നവിടെ. മത്തായി സാറേ, സാറ് ഇവന്റെ നെറ്റിപ്പട്ടവും ആടയാഭരണങ്ങളും അഴിച്ചു മാറ്റി അകത്ത് കള്ളിയര്. ചെല്ലപ്പിള്ളയായി, ചെല്ലപ്പിള്ള. ആ വരണം പ്രസിഡന്റ്, വരണം പ്രസിഡന്റ്. പത്രക്കാരെ വിവരം അറിയിച്ചോളൂ. നാട്ടിൽ നരഭോജിയെ പോലെ വിഹരിച്ച് ജീവനും സ്വത്തും അപഹരിച്ച കാട്ടാളൻ അസൽ ലൂസിഫറിന്റെ ജന്മം ഒടുവിലിതാ സിംഹത്തിന്റെ പിടിയിൽ. അറിഞ്ഞു, എല്ലാം ഞാൻ അറിഞ്ഞു. നിങ്ങൾ അറിയാത്ത മറ്റൊരു കാര്യം. എന്താ പ്രസിഡന്റ്? SIക്ക് സ്ഥലം മാറ്റം, അത് കണ്ണൂർക്ക്. ഇതാര് പറഞ്ഞു? കടാതിയിൽ വെച്ച് MLA കണ്ടു, അയാളാ പറഞ്ഞത്. പ്രസിഡന്റിനെ വട്ടനാക്കാൻ അയാൾ പറഞ്ഞതാവും. അല്ല അല്ല മത്തായി സാറേ, പ്രസിഡന്റ് പറഞ്ഞത് നേരാ. എന്റെ ഇവിടുത്തെ സേവനം ഇന്നത്തോടെ തീർന്നു. ഞാൻ വന്നപ്പോ മത്തായി സാറിനെ ഏൽപ്പിച്ച ക്വാർട്ടേഴ്സിന്റെ കീ. എന്നാലും ഇത്ര പെട്ടെന്ന് എന്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ വളരെ പെട്ടെന്നായിരിക്കും. സാർ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഒരു പോലീസുകാരെ പോലെ ഈ നാട്ടിൽ ജീവിച്ചത്. അല്ലേ കുട്ടമ്പിള്ള? ഓ, 3 സിംഹങ്ങളുള്ള സർക്കാർ മുദ്ര ശിരസിൽ ധരിച്ച പോലീസുകാരൻ 4ാമത്തെ സിംഹമാണെന്നുള്ള തിരിച്ചറിവ് അങ്ങിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അല്ലേ മൊയ്തീൻ? അതെ സാർ. ഈ കൊടും ക്രിമിനലിനെ അകത്താക്കുന്ന ഒറ്റ കാരണത്താൽ ഈ നാടും നാട്ടാരും എന്നും ഓർമ്മിക്കും അങ്ങേ. കോട്ടയുടെ വെങ്കടേഷ്, വെറുതെ ആവശ്യമില്ലാത്തൊരു സീനുണ്ടാക്കി ലാഗ് അടിപ്പിക്കണ്ടെന്ന് കരുതിയാ നിന്നോട് യാത്ര പറയാൻ നിൽക്കാത്ത. കോട്ടടി ലക്ഷ്മണ, എന്നെ KSRTC സ്റ്റാൻഡ് വരെ ഒന്ന് വിടണം. നിങ്ങളെപ്പോലുള്ള രാജ്യസ്നേഹികളായ പൗരന്മാർ ഭരണാധികാരികളായി മുന്നോട്ട് വന്നാൽ സുകുമാരക്കുറുപ്പും വീരപ്പനും തൊട്ട് പല അണ്ടർവേൾഡ് രാജാക്കന്മാരും ഇന്ന് പിടികിട്ടാപ്പുള്ളികളായി വിലസില്ലായിരുന്നു. നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു.
മത്തായി സാറേ, യവക്ക് കല്യാണം ആലോചിക്കുമ്പോ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. ഇനി ഞാൻ വല്ലതും പറഞ്ഞു എന്നാവും